പഴം തിന്നെ, നമുക്ക് പഴം തിന്നണ്ടേ? കാക്കേനെ കാണാം. പോയി കാക്കേനെ കാണാം. ആ പഴം തിന്ന കാക്കേ, പഴം തിന്നോട്ടാ. അമ്മാവ കാക്കയ്ക്ക് കൊടുക്കും പഴം. പഴം തിന്നു, നീ തിന്നു. അമ്മാവൻ മോളും കൂടി പഴം തിന്ന. അല്ല, എങ്ങടാ പോയേ? ഞാനേ ആ എം.എൻ ഹോസ്പിറ്റലിൽ പോയതാ. എന്താ പറ്റിയേ? എന്താന്നറിയില്ല, കൊറേ ദിവസമായിട്ട് ഒരു തലവേദന. ആണോ? എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? സ്ഥിരം പോലെ ഒരു പ്രശ്നമില്ല, അവർക്ക് ഇങ്ങനെ കാശ് എണ്ണിയെടുക്കാലോ. ആ നഴ്സുമാരുടെ അത് പത്രാസ്. അല്ല വാവേ, അപ്പയമ്മയ്ക്ക് എന്തേ? അപ്പയമ്മ എവിടെയാ? അവര് പോയി എന്ന് പറഞ്ഞേ. വാവ ഇറങ്ങിയാ? അവള് ഉറങ്ങി. ഭയങ്കര വെയില് കൊണ്ട് കിടക്കട്ടെ. ഭയകത്തോട്ട് കയറി. ഞാൻ കൊച്ചിനെ കൊണ്ട് കിടത്തി. അപ്പയമ്മയ്ക്ക് എവിടെയാന്നാ പറഞ്ഞേ? അവരൊക്കെ ഓസ്ട്രേലിയയിലാണ്. ലക്ഷങ്ങൾ വരുന്നുണ്ടാവില്ലേ? കുഴപ്പമില്ല. എന്റെ മോളോട് ഞാൻ പറഞ്ഞതാണ്, നഴ്സുമാരെ അവർക്കാണെങ്കിൽ വെറുതെ ഇരുന്ന് ഈ കാശ് പഠിക്കുന്ന പരിപാടി ഇഷ്ടമല്ല. അവളെ വീട്ടൊക്കെ പഠിച്ചേ, പക്ഷെ അവളിപ്പോ ജോലിക്കൊന്നും പോണ്ടാട്ടാ. അവളുടെ ഹസ്ബൻഡ് പറഞ്ഞു ജോലിക്കൊന്നും പോണ്ടാന്ന്. അവിടെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടാ. എനിക്കാണെങ്കിൽ നഴ്സിംഗ് ഇഷ്ടമല്ലാട്ടാ. ഒന്നും തോന്നരുതേ. അത് കുഴപ്പമില്ല. ഇരിക്കും, ഞാൻ കുടിക്കാൻ വെള്ളം എടുത്ത്. ഒന്നും വേണ്ട, ഇന്ന് ഞാൻ പോവാണ്. പക്ഷെ ഇതൊന്ന് കേട്ടാ ശമ്പളത്തിന് അറിയില്ലെന്ന് 5-6 ലക്ഷം വരുന്നേ. ഈ നഴ്സുമാർക്ക് ഇതിന് ഇത്രയും കാശ് കൊടുക്കുന്നു. എന്റെ ദൈവമേ. ഹലോ, മോളെ, മോൾക്ക് സുഖാണോ? നീയക്കുട്ടി ഇപ്പൊ തന്നെ ഇറങ്ങിയേ. മോനെന്തേ? മോനുടെയും മോൾക്ക് നയിച്ചായില്ലേ? മോളെ ഇതിൽ കഴിച്ചാ? അമ്മ ആപ്പിളെ കഴിക്കണമേ. അതൊന്നും സാരില്ല, മടുത്തിട്ടൊന്നുമില്ല അമ്മ. ഇന്നലെ കുറെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാരും കാണുമ്പോ എനിക്ക് എന്റെ അപ്പേനെയും അമ്മേനെയും മോളെയൊക്കെ കാണുന്ന പോലെ തോന്നണേ. ഞാൻ ഹാപ്പി അമ്മ, പക്ഷെ നിങ്ങളെല്ലാരും കാണാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ശരി അമ്മ, നീയെ എണീക്കുമ്പോ ഞാൻ വിളിക്കാം. ഇന്ന് മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ. കണ്ടില്ലേ, ഇതാണ് എല്ലാ നഴ്സുമാരുടെയും അവസ്ഥ. അവരുടെ ഊണും ഉറക്കവുമെല്ലാം നമുക്കായി മാറ്റിവെച്ച ഭൂമിയിലെ മാലാഖമാർ. ഒരു രോഗിയെ നേഴ്സ് പരിചരിക്കുന്നത് പോലെ നമുക്കൊരു നേഴ്സിനെ പരിചരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു മനുഷ്യൻ എന്ന പരിഗണന തീർച്ചയായും നമ്മൾ അവർക്ക് നൽകണം. ഭൂമിയെ താങ്ങി നിർത്തുന്ന എല്ലാ മാലാഖമാർക്കും എല്ലാവിധ ആശംസകളും. എവിടെ നോക്കിയാലും വാരിക്കൂട്ടുന്ന ലക്ഷങ്ങളുടെ കണക്കാണ് പൊതുജനങ്ങൾക്ക്. അവർ അനുഭവിക്കുന്ന യാതനകളോ വേദനകളോ ആരും പരിഗണിക്കുന്നില്ല.